Welcome to the world of melody, and I welcome you melodiously. പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത തേനിൻ്റെ മധുരിമേ ഇങ്ങനെ വന്നു. നിശയുടെ മടിയിൽ നീ വന്നു പിറന്നൊരാ നിമിഷത്തിൻ ധന്യതയാലോ. കാലം കഴിയുന്തോറും മാധുര്യമേറുന്ന ശബ്ദവും സംഗീതവും. ജന്മസിദ്ധമായ ഈ വരദാനത്തിനെ സംഗീത തപസ്സുകൊണ്ട് സഫലവും ധന്യവുമാക്കിയ മലയാളത്തിൻ്റെ സംഗീത വിസ്മയം. മലയാളികളെന്നും മൂളി നടക്കുന്ന ഗാനങ്ങൾ നമുക്കായി ഇതാ വീണ്ടും പാടുന്നു. സിംഫണി ടെലിവിഷൻ ഈസ് വെരി പ്രൗഡ് ടു പ്രസന്റ് ബിഫോർ യു ടുഡേ ഇൻ ടുഡേസ് മെലഡി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് സിംഗർ, ദ എവർഗ്രീൻ ജയചന്ദ്രൻ. ജയേട്ടൻ മലയാളത്തിൻ്റെ എന്താ പറയുക സംഗീത വിസ്മയമായിരുന്ന 3 ഗായികമാരുടെ കൂട്ടത്തിൽ സുശീലമ്മ, ജാനകിയമ്മ, ലീലമ്മ 3 പേരുടെയും കൂടെ പാടിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് പാട്ട് പാടി. ഇവരുടെ 3 പേരുടെയും ഈ ശൈലിയിലുള്ള വ്യത്യാസം എന്താ, അങ്ങനെ ഒന്ന് പറയാമോ? ലീല ചേച്ചി ആയിരുന്നെങ്കിൽ ലീല ആയിരുന്നെങ്കിൽ ശരിക്കും ക്ലാസിക്കൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ബേസ് ചെയ്ത വോയിസാണ്. അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ പാടാൻ അവർക്ക് നന്നായിരിക്കുക, കേൾക്കാനും പാടി. ജാനകിയമ്മയാണെങ്കിൽ ഹിന്ദുസ്ഥാനി സ്റ്റൈല വോയിസ് അവരുടെ പാട്ടുകൾ. ബാബുരാജിന്റെ പാട്ടുകളാണല്ലോ അവർ പാടി മനോഹരമാണ്. സുശീലാമ്മ അങ്ങനെയല്ല, എല്ലാം പറ്റും, എല്ലാം. അത് ജയറാം മാസ്റ്റർ പാട്ടുകളും എല്ലാം, ബാബുരാജിന്റെ പാട്ടുകളും, നിശ്രാമൂർത്തി സ്വാമിയുടെ എല്ലാ പാട്ടും സുശീലാമ്മ പാടി. അതെ, എനിക്ക് ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഗായക പി സുശീലയാണ്. തീർച്ചയായിട്ടും. കാരണം ദേവരാജ് മാസ്റ്റർ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ളതും ഇപ്പൊ സുശീലാമ്മയാണ്. സുശീലാമ്മ തന്നെയാണല്ലോ അല്ലേ? സുശീലാമ്മ എനിക്ക് മലയാളത്തിലല്ല തമിഴിൽ ഒരുപാട് ഗാനങ്ങൾ, മനോഹര ഗാനങ്ങൾ, ഒരുപാട് ഗാനങ്ങൾ, പാട്ടുകളുണ്ട്, മറക്കാൻ പറ്റാത്ത പാട്ടുകൾ. മൂന്ന് പേർക്കും 3 സ്പെഷ്യാലിറ്റി സ്റ്റൈലായിരുന്നു. പക്ഷെ ടോട്ടൽ റേഞ്ച് സുശീലമ്മയുടെ ആയിരുന്നു. നല്ലൊരു പൂർണ്ണമായിട്ടുള്ള വോയിസ്, ശരിയായിട്ടുള്ള വോയിസ് എന്ന് പറഞ്ഞാൽ സുശീലമ്മയുടെ. ഒരു കാതരമായ, പിന്നെ ഇത് തമിഴിന്റെ ഒരു ചൊവയോടുകൂടി മലയാളം പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു കൊഞ്ചലും കാറ്റ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു ഭംഗി കൂടുതലും കൂടെ വരും അല്ലേ? ചേട്ടൻ രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? മനോഹരമായിട്ടുള്ള, അതെ, അല്ലത്താലിയുമായിട്ട് ആ പാട്ടൊന്ന് നോക്കാം. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ. മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ, വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ, സുരഭിലമായൊരു മണിയറമെനയും മധുവനു മാനസമേ. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും
ആമ്പലോ വധുവായി അരികെ. മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ഇതിലേ. ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികെ. ഈ പാട്ട് എനിക്ക് തോന്നുന്ന രവീന്ദ്ര മാഷ് ജയേട്ടൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്നെ കമ്പോസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ പാട്ടിനൊരു പ്രത്യേക ഇഷ്ടം മറ്റൊരു കാരണം കൂടെ കൊണ്ട്, ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ജയേട്ടൻ തന്നെ മനോഹരൻ മാഷിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അന്ന് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വന്ന് ഏതോ ആ സമയത്താണ് ആദ്യമായിട്ട് ജയേട്ടൻ പാടി കേൾപ്പിച്ചിട്ട് അത് റെക്കോർഡ് ആദ്യം കേട്ടു. അതാണ് എനിക്കൊരു പ്രത്യേക